രഞ്ജി ട്രോഫിയിൽ കേരളം കിരീടം നേടുമെന്ന് നായകൻ സച്ചിൻ ബേബി. വിദർഭയ്ക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കേരളക്കരയുടെയും മലയാളികളുടെയും എല്ലാ പിന്തുണയും ടീമിന് വേണമെന്നും സച്ചിൻ 24നോട് പറഞ്ഞു. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചരിത്ര ഫൈനലിൽ ഇറങ്ങുകയാണ് കേരള ടീം. ആ ഫൈനലിലേക്ക് കേരളത്തെ നയിച്ച നായകൻ സച്ചിൻ ബേബി 24നൊപ്പം ചേർന്നു. സച്ചിൻ, ആദ്യം തന്നെ എല്ലാ ഭാവുകങ്ങളും എന്ന് പറഞ്ഞ് എല്ലാ വിശ്വാസവും പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. എന്തായാലും ഒരു വലിയ സ്വപ്നം, കേരളത്തിന്റെ ഒരു 7-7.5 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ സച്ചിൻ സൂചിപ്പ് പോലെ തന്നെ ഒരു 10-15 വർഷത്തെ ഹാർഡ് വർക്ക്, അതിന് റിസൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം നമുക്ക് നമ്മുടെ കയ്യിലോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കേരള ക്രിക്കറ്റിന്റെ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തോരം നമ്മൾ എഫേർട്ട് എടുക്കുന്നുള്ള കാര്യം. അപ്പം അതിന് ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫൈനലിൽ കാണാം. സീസണിൽ ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ മറികടന്നത് കരുത്തരായ ടീം ജമ്മു ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ. അപ്പോൾ ഇനി വരാനുള്ള ടീമും ഒട്ടും എളുപ്പമല്ല. കാരണം ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു വിദർഭ. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കോൺഫിഡൻ്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും, കാരണം അവരും നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ത്രൂ ഔട്ട്, നമ്മളും നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ത്രൂ ഔട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു മാച്ചും ഇറങ്ങുമ്പോഴത്തേക്കും. ബട്ട് അവിടെ ഓൺ ദ ഗിവൺ ഡേ ആരായിരിക്കും നല്ല ആ ഒരു പ്രഷർ അബ്സോർവ് ചെയ്യുന്നത്, ആരാണ് നന്നായിട്ട് കളിക്കുന്നത്. കാരണം 5 ദിവസമാണ് ഒരു ഭയങ്കര ഇത്രയും സെഷൻസ് ഉള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സെഷൻസ് ജയിക്കുന്ന ഒരു ടീമിന് എപ്പോഴും ഒരു മുൻകൈ ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഗുജറാത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ സെഷൻസ് നമ്മൾ വിൻ ചെയ്യാൻ നോക്കും. ആൻഡ് നമുക്ക് കയ്യിലുള്ളത് നമ്മുടെ എഫേർട്ടാണ്. അത് നമ്മൾ 100% നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കും. കഴിഞ്ഞ മത്സരത്തിലൊക്കെ കോച്ച് നൽകിയ നിർദ്ദേശം ഉണ്ടായിരുന്ന പരമാവധി സെഷൻ ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ഒരു ടാക്ടിക്സ്, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ആയിരിക്കും. തീർച്ചയായിട്ടും, കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ആ സെഷൻ എന്തായാലും വിൻ ചെയ്തേ പറ്റൂ. അപ്പം മാക്സിമം ആ ഒരു 5 ഡേയിൽ എത്ര സെഷൻ, നമ്മൾ എത്രയും 15 സെഷൻസ് ഉണ്ട്. ആ 15 സെഷൻസ് ആരാണ് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് അവർക്ക് ഇനിയായിരിക്കും ആ ഒരു മാച്ചിലെ മേൽക്കൈ. അപ്പോൾ ആ ഓരോ സെഷൻ വിൻ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നേരത്തെ മാച്ചിൽ നമ്മൾ കണ്ടത്. നമുക്ക് വർക്ക് ചെയ്തതും അങ്ങനത്തെ സെഷൻ വിൻ ചെയ്തപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാച്ചിലും സെയിം ആ ഒരു സെയിം അഡാപ്റ്റ് തന്നെ സിറ്റുവേഷൻ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഏറ്റവും തകൃതിയായി നടക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ല. ഇല്ല, കാരണം നമ്മുടെ 2 പേര് നമ്മൾ ബാബ അഭിജിത്ത് ആയിരുന്നു, പിന്നെ സൽമാൻ എന്നാലും ഇപ്പോൾ 100% ഫിറ്റ് ആയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഹീസ് റെഡി. എന്തായാലും ഒരുങ്ങി നമ്മൾ കപ്പടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കത് നമ്മൾ നല്ലൊരു മാച്ചാണ്. അപ്പോൾ ആ ഒരു മാച്ചിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യം നമ്മൾ എഫേർട്ട് ഇടുക, ആ ഒരു പ്രോസസ്സ് നമ്മൾ വിൻ ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യം ഫുള്ള് ചെയ്യും. ദെൻ ഓൾമൈറ്റി വിൽ ഹെൽപ്പ്. നാഗ്പൂരിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ് 24.